ഞങ്ങളിന്ന് ഹോം മെയ്ഡ് പിസ്സ ഉണ്ടാക്കാൻ പോവാണ്. കിച്ചണിൽ കയറി എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്നുള്ളത് അങ്ങോട്ട് നോക്കി, എന്നിട്ട് നമുക്ക് വേണ്ട സാധനം ഉണ്ടോ എന്നുള്ളത് ഒന്നുകൂടെ ഉറപ്പ് വരുത്തി. ഇനി ഞങ്ങൾ പിസ്സ ഉണ്ടാക്കുന്നത് ബ്രെഡ് കൊണ്ട്. ഒരാവേശത്തിൻ്റെ പുറത്ത് 4 ബ്രെഡും കൂടെ എടുത്ത് ഒരുമിച്ച് കട്ട് ചെയ്യാൻ നോക്കിയത്, പക്ഷേ നടന്നില്ല. പിന്നെ നമ്മൾ ഓരോന്നോരോന്നെടുത്ത് അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി. ഇവിടെ സമ്മർ വെക്കേഷൻ തുടങ്ങിയതുകൊണ്ട് എല്ലാവരും ഫുൾ ഓണിലാണ്. ചേച്ചി പിസ്സൻ്റെ സോസ് ഇല്ലല്ലോ. പിസ്സേൻ്റെ സോസ് ഇല്ലെങ്കിൽ എന്താ, നമുക്ക് കെച്ചപ്പ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. 4 ബ്രെഡിലും കൂടെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ടൊമാറ്റോ കെച്ചപ്പും കൂടെ തേച്ച് പിടിപ്പിച്ചു. വീറ്റ് ബ്രെഡ് ആയിരുന്നു ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തതായിട്ട് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യലാണ്. ടൊമാറ്റോ, ഒണിയൻ, കാപ്സിക്കം, പിന്നെ കുറച്ച് സ്വീറ്റ് കോൺ, ഇതൊക്കെയായിരുന്നു ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മുകളിലായിട്ട് ചീസ് കട്ട് ചെയ്ത് ഇടണം എന്നായിരുന്നു. അങ്ങനെ ഞാനത് മുറിച്ചിട്ടു. പിന്നെ ഒരു ഭംഗിയാവട്ടെ എന്ന് വിചാരിച്ച് സിസേഴ്സൊക്കെ വെച്ച് കട്ട് ചെയ്ത് ഉള്ളിട്ട് കൊടുത്തു. കുറച്ച് തോനെ തന്നെ ഞാൻ ചീസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെയാണ് എൻ്റെ ഇവിടുത്തെ ഫ്രണ്ട്സ് കേട്ടോ. ബാക്കി വന്ന കോണെല്ലാം ചേർത്ത് അതിലേക്ക് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് നല്ല തീറ്റിയാണ്. എല്ലാവരും പിസ്സ ഉണ്ടാക്കാനുള്ള കട്ട വെയിറ്റിങ്ങിലാണ്. പറയുന്നത് ഞാൻ ഉണ്ടാക്കിക്കോളാം എന്നാണ്. പാനിൽ ഗ്യാസിൽ വെച്ച് ചൂടാക്കി കൊടുത്തു. എന്നിട്ട് സിമ്മിലാക്കി വെച്ചു. ബട്ടർ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ബട്ടർ. ഇനിയാണ് നമ്മൾ റെഡിയാക്കി വെച്ച പിസ്സ അങ്ങോട്ട് വെച്ച് കൊടുത്തു. ആദ്യം എന്തൊക്കെയൊക്കെയോ പ്ലാൻ ഉണ്ടായിരുന്നു, അങ്ങനെ വെക്കണം ഇങ്ങനെ വെക്കണം. ലാസ്റ്റ് അത് എങ്ങനെയൊക്കെയോ ആയി. ലാസ്റ്റ് ഷേപ്പൊന്നും നോക്കിയില്ല. എങ്ങാനും പാളിപ്പോയാലോ എന്ന് വിചാരിച്ച് നമ്മൾ ചീസൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് കുറച്ചുകൂടെ തോന്നുമല്ലോ. അതുകൊണ്ട് ഉള്ള എല്ലാ ചീസും അതിലേക്ക് ഇട്ട് കൊടുത്തു. ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് വന്നു, മൂടിയില്ല. ആ പാനിൽ മൊത്തമായിട്ട് കവർ ചെയ്യാൻ പറ്റിയ മൂടി ഞങ്ങൾ നോക്കിയിട്ട് കാണുന്നില്ല. അവസാനം എങ്ങനെയൊക്കെയോ കിട്ടിയ മൂടീനെ കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഒരു 3 മിനിറ്റ് നേരം ഞങ്ങൾ സിമ്മിലിട്ട് വേവിച്ചെടുത്തു. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ആ ചൂട് തന്നെ നന്നായിട്ട് ചീസൊക്കെ മെൽട്ടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ രണ്ടുപേരും ഒരു റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഞങ്ങൾ പിസ്സ റെഡി ആകണമെന്ന് നോക്കാൻ വേണ്ടി ഒത്തിരി പേരെന്നെ ഉണ്ടായിരുന്നു, ക്യൂ ആയിരുന്നു. ചീസൊക്കെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ഒരു ഹാപ്പിനെസ് ഒക്കെ തോന്നുന്നുണ്ട്. ആ പാനിലോട് തന്നെ എടുത്ത് ഞങ്ങൾ ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി ഞങ്ങൾ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഞാൻ മക്കളെ കൊണ്ട് തന്നെ എടുപ്പിച്ചു. എന്താ റിയാക്ഷൻ എന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള നല്ല കൊതിയുണ്ടായിരുന്നു. ചൂട് 2 പേർക്കും ഇഷ്ടമായെന്നാണ് പറഞ്ഞത്. ഇനി ഞാനും കൂടി ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു നല്ല രസമുണ്ട് ചേച്ചിന്ന്. അങ്ങനെ ഞാനും ഭയങ്കര ഹാപ്പിയായി. നമ്മളുണ്ടാക്കിയ സാധനം വേറൊരാൾ നല്ല രസമുണ്ടെന്ന് പറയുമ്പം ആ ഒരു ഇൻസ്പിറേഷൻ അടിപൊളിയാണ്. അവരടിപൊളിയാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് ശരിക്കും നല്ല രസമുണ്ടോ എന്നുള്ളത്. അടിപൊളി സാധനമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് തന്നെ സാധനം സെറ്റാണ്. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ. എന്തായാലും ഞങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ട്. രണ്ടാളും ഭയങ്കര ഹാപ്പിയാണ്. ഇനി ഇത് ഞങ്ങൾ ആസ്വദിച്ചെടുക്കട്ടെ. എന്നാൽ പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണാം.